നമസ്കാരം. മീഡിയ സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഡൽഹിയിൽ ഹൃദ്യമായ സ്വീകരണം. പ്രോട്ടോകോൾ ലംഘിച്ച് പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും നാളെ ചർച്ച നടത്തും. റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയും ഷെയ്ഖ് സായിദ്. ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ പുതിയ തലത്തിലേക്ക്. അനുമതിയില്ലാതെ സ്വകാര്യ ട്യൂഷനെടുക്കുന്ന വിദേശ അധ്യാപകരെ പിരിച്ചുവിടുമെന്ന് കുവൈത്ത്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. കുട്ടികൾ സ്വകാര്യ ട്യൂഷനുകളെ ആശ്രയിക്കുന്ന പ്രവണത പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നും അഭിപ്രായം. ദുബായ് കൊച്ചി എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ സർവീസ് ഫെബ്രുവരി 1 തുടങ്ങും. ആഴ്ചയിൽ എല്ലാ ദിവസവും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് ഉണ്ടാകും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ. ഒമാനിലെ മസ്കത്തിൽ നടുറോഡിൽ പ്രവാസികൾ ഏറ്റുമുട്ടി. പ്രതികളായ 7 പാകിസ്ഥാനികളെ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ 4 പേർ ആശുപത്രിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഡൽഹിയിൽ ഹൃദ്യമായ സ്വീകരണം. ത്രിദിന സന്ദർശനത്തോടൊപ്പം വ്യാഴാഴ്ച നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഉപസർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് വൈകിട്ടാണ് ഡൽഹിയിൽ വിമാനമിറങ്ങിയത്. പാലം വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ പോലും മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ശ്രദ്ധേയമായി. തന്ത്രപ്രധാന തലത്തിലേക്ക് ഇന്ത്യ UAE ബന്ധം വികസിക്കുന്നതിന്റെ വിളംബരം കൂടിയായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന് ലഭിച്ച ഈ സ്വീകരണം. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി നാളെ നടക്കുന്ന ചർച്ചകൾ സുപ്രധാനമാണ്. ന്യൂഡൽഹി താജ് പാലസ് ഹോട്ടലിൽ നാളെ നടക്കുന്ന ബിസിനസ് സമ്മേളനം, സഹിഷ്ണുതാ സംവാദം, സാംസ്കാരിക സെമിനാർ എന്നിവയെ ഷെയ്ഖ് മുഹമ്മദ് അഭിസംബോധന ചെയ്യും. റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് 16ഓളം വിവിധ കരാറുകളിലാണ് ഒപ്പുവയ്ക്കുക. റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യവും UAE സൈന്യത്തിന്റെ മാർച്ചും വർദ്ധിച്ചുവരുന്ന ഇന്ത്യ ഗൾഫ് സഹകരണത്തിന്റെ ഏറ്റവും മികച്ച തെളിവ് കൂടിയായി മാറുകയാണ്. UAEയിൽ നിന്നും ഡൽഹിയിലെത്തിയ ഔദ്യോഗിക മാധ്യമ സംഘത്തിന്റെ ഭാഗമായ മീഡിയ വണ്ണിന് വേണ്ടി ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം MCA നാസർ. സാമ്പത്തിക നിക്ഷേപ മേഖലയ്ക്ക് പുറമെ പ്രതിരോധം ഉൾപ്പെടെയുള്ള തുറകളിലേക്ക് കൂടി ഇന്ത്യ UAE ബന്ധം വളരുകയാണ്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സന്ദർശനത്തിൽ പ്രവാസ ലോകവും നിറഞ്ഞ പ്രതീക്ഷയിലാണ്. ദില്ലിയുടെ നഗരവീഥികളിൽ പലതും ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അബുദാബി കിരീടാവകാശിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമാനങ്ങളും ധാരാളം. അറബ് ലോകവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കും പരോക്ഷമായി ഏറെ ഗുണം ചെയ്യും. തൊഴിലാളി ക്ഷേമം ഉൾപ്പെടെയുള്ള തുറകളിൽ നിരവധി കരാറുകൾക്ക് രൂപം നൽകാനുള്ള തീരുമാനത്തിലാണ് ഇരു രാജ്യങ്ങളും. 2015 ഓഗസ്റ്റിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനവും തുടർന്ന് പോയ വർഷം ഫെബ്രുവരിയിൽ നടന്ന അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനവും ഉയർത്തിയ പ്രതീക്ഷകൾ വളരെ വലുതാണ്. അതിന്റെ തുടർച്ച എന്ന നിലക്ക് നടക്കുന്ന അബുദാബി കിരീടാവകാശിയുടെ ത്രിദിന സന്ദർശനത്തെ ആവേശത്തോടെയാണ് എല്ലാവരും വിലയിരുത്തുന്നതും. UAEയിലെ പട്ടാളക്കാരൊക്കെ ഇന്ത്യൻ രാജവീതിയുടെ മാർച്ച് നടത്തുന്ന ഒരു സംഗതി വരെ ഒന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ്, ഷെയ്ഖ് സായിദ് വരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. ഈ ബന്ധം തുടർന്നും ഉണ്ടാകട്ടെ. സാമ്പത്തിക നിക്ഷേപ മേഖലയ്ക്കപ്പുറം പ്രതിരോധം ഉൾപ്പെടെ സുപ്രധാന തലങ്ങളിലേക്ക് കൂടി ഇന്ത്യ UAE ബന്ധം വളരുന്നതിന്റെ കൂടി സൂചന പ്രകടമാണ്. MA യൂസഫ് അലി, ഡോക്ടർ സംഷീർ വയലിൽ, ഡോക്ടർ ആസാദ് മുപ്പൻ എന്നിവരാണ് UAEയിൽ നിന്നും കിരീടാവകാശിയെ അനുഗമിച്ചെത്തിയ 20 അംഗ ഉന്നതതല ബിസിനസ് സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മലയാളികൾ. MCA നാസർ, മീഡിയ വൺ, ന്യൂഡൽഹി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സന്ദർശനം ഇന്ത്യ UAE ബന്ധത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുമെന്ന് വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലി പ്രതികരിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയതായിരുന്നു അദ്ദേഹം. വളരെ അടുത്ത സാമ്പത്തിക രംഗങ്ങളിൽ, കമേഴ്സ്യൽ ലെവലിൽ എല്ലാം വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യയും UAEയും തമ്മിൽ. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ, അതിനുശേഷം ബഹുമാനപ്പെട്ട ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അവർ ഇവിടെ വന്നപ്പോൾ $75 ബില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അവിടെ സമ്മതിച്ചാൽ പിന്നെ ഹിസൈനസിൻ്റെ പെർമിഷൻ ആണ് വേണ്ടത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിവിടെ പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിന് ശേഷം കേരളത്തിലും അതിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന കാര്യം നാളെ നടക്കുന്ന ബിസിനസ് മീറ്റിൽ വെച്ച് ഞാൻ കേരളത്തിന് വേണ്ടി സംസാരിക്കും. ഞാൻ ഇവിടെ വന്നിട്ടുള്ള UAE പ്രമുഖരായ വ്യവസായികൾ, അതുകൂടാതെ ഗവൺമെൻറ് എൻറ്റിറ്റികളുണ്ട് അവിടെ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുമായി ഞാനൊരു ചർച്ച, കേരളത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നു. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ UAE-യിലെ സ്ഥാപനങ്ങൾ വ്യക്തികളും ഒരുങ്ങുന്നതായി UAE ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് കൗൺസിൽ സെക്രട്ടറി ജനറൽ ജമാൽ അൽ സൈഫ് ജർവാൻ പറഞ്ഞു. This is very important for UAE joining the Indian people in such an important event. The participation of UAE delegation headed by His Highness Crown Prince Sheikh Mohammed bin Zayed Al Nahyan record the historic moment of this visit, not because of the level of delegations, also being the guest of honor for this visit. So it's very important for UAE to strengthen the ties between the two people, the people of UAE and the people of India. This is the most important thing. അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി MCA നാസർ ഉണ്ടായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും. നാസർ, ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഒരു ഭരണാധികാരിക്ക് ലഭിക്കാവുന്ന വലിയ സ്വീകരണം തന്നെയല്ലേ അബുദാബി കിരീടാവകാശിക്ക് ലഭിച്ചത്? പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പ്രോട്ടോകോൾ മറികടന്നാണ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ശ്രുതി, വലിയ തോതിലുള്ള ഒരു ആഹ്ലാദം തന്നെയാണ് ഒരു ഗൾഫ് മേഖലയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് പോലും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഇന്ന് വൈകിട്ട് ഇവിടെ പാലം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അബുദാബി കിരീടാവകാശിയും UAE-യുടെ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ലഭിച്ച സ്വീകരണം ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താൻ പോകുന്ന അർത്ഥത്തിലുള്ളത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് എയർപോർട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തെ സ്വീകരിക്കുക മാത്രമല്ല ആലിംഗനം ചെയ്യുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ ഒരു ബന്ധത്തിൻ്റെ വളരെ തന്ത്രപ്രധാന സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഈടുറ്റ ബന്ധത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ഈ ഒരു എയർപോർട്ടിൽ പ്രധാനമന്ത്രിയുടെ വരവും അതോടൊപ്പം തന്നെ അബുദാബി കിരീടാവകാശിക്ക് ഡൽഹിയിൽ ലഭിച്ചിരിക്കുന്ന സ്വീകരണവും തെളിയിക്കുന്നത്. ഇന്ന് പകൽ പൂർണ്ണമായി തന്നെ ഡൽഹിയുടെ എല്ലാ വഴിയോരങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും പതാകകൾ ഒരുമിച്ച് ചേർത്ത് അത് അന്തരീക്ഷത്തിൽ പാറുന്നൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ വലിയ കമാനങ്ങൾ ഉയർത്തിക്കൊണ്ട് അബുദാബി കിരീടാവകാശിക്ക് ഈ ഡൽഹി നഗരത്തിലേക്കും ഇന്ത്യയിലേക്കും സ്വാഗതം അറിയിച്ചുകൊണ്ടുള്ള കമാനങ്ങൾ, ഇതൊക്കെ തന്നെ കാണിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും UAE മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഊഷ്മളത കൂടിയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്വീകരണം, അതോടൊപ്പം തന്നെ മറ്റന്നാൾ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം, ഇതൊക്കെ തന്നെ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ബന്ധിപ്പിക്കാനും ഈ മുന്നേറ്റത്തെ വളരെ കൃത്യമായിട്ടുള്ള ദിശയിൽ കൊണ്ടുപോകാനുമുള്ള ഒരു താല്പര്യം തന്നെയാണ് ഇതിലും തെളിഞ്ഞു കാണുന്നത്. ശ്രുതി. നാസർ, അദ്ദേഹം നാളെ പങ്കെടുക്കുന്ന പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? ശ്രുതി, നാളെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പല ചടങ്ങുകളും നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുമായിട്ടുള്ള അബുദാബി കിരീടാവകാശിയുടെ കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ ചർച്ചയുമാണ്. ഇതിൽ ഏതാണ്ട് ഒരു 10-16ഓളം കരാറുകൾ, ധാരണാപത്രങ്ങളാണ് നാളെ ഒപ്പുവെക്കാൻ പോകുന്നത്. ഇത് പല തലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട പരോക്ഷമായിട്ടുള്ള ഒരു ധാരണാപത്രം ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതൊന്നും മുൻപൊരിക്കലും ഇല്ലാത്തതാണ്. ഗൾഫ് രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ തലത്തിലുള്ള സഹകരണങ്ങൾ വളരെ ദുർബലമായിരുന്നു. പക്ഷേ ആ അവസ്ഥയും മാറിക്കൊണ്ട് പ്രതിരോധ രംഗത്തേക്ക് കൂടി ഈ സഹകരണം വിപുലീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു താല്പര്യം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, രാഷ്ട്രീയ കാലുഷ്യം മൂലം ഗൾഫ് മേഖല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ത്യയെ മേഖലയിലെ ഒരു വലിയ സൈനിക പങ്കാളിയായി കാണാനുള്ള UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യം, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളെ തങ്ങളുടെ ഒരു മികച്ച സൈനിക പങ്കാളിയായിട്ട് മാറ്റിയെടുക്കാനുള്ള ഇന്ത്യൻ താല്പര്യം, ഇത് രണ്ടും ഇതിൽ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. അത് ആ അർത്ഥത്തിൽ കൂടി നാളെ നടക്കുന്ന ഈ വിവിധ ചടങ്ങുകൾ ഏറ്റവും കൂടുതൽ പ്രസക്തമായി തീരുകയാണ്. ശ്രുതി. നാസർ, 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു?
മറ്റന്നാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പിന്നെ അബുദാബി കിരീടാവകാശി മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു. ആ അർത്ഥത്തിലുള്ള വലിയ സ്വീകരണം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലപ്പുറമുള്ളത് പിന്നെ മറ്റന്നാൾ നടക്കുന്ന ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ 200ഓളം വരുന്ന UAE സൈനികർ മാർച്ച് ചെയ്യുന്നു. ഒരുപക്ഷെ അറബ് രാജ്യത്തിൻ്റെ സൈന്യം ഇതേപോലുള്ള റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. ആ അർത്ഥത്തിലാണ് പിന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പിന്നിട്ട് ഏതാനും ദിവസങ്ങളായി തന്നെ UAE സൈന്യം 200ഓളം വരുന്ന സൈനികർ ഇവിടെ പരിശീലനത്തിൽ ഏർപ്പെട്ടു വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയുടെ സൈനിക പ്രൗഢി വിളിച്ചോതുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ ഒരു പരേഡിൽ ഭാഗവാക്കാകാനും അതിലൂടെ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും UAEയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയും വികാരപരമായിട്ടുള്ള അതിൻ്റെ അവസ്ഥയും ഉയർത്തിക്കാട്ടാനുള്ള ഏറ്റവും മികച്ച അവസരമായി കൂടി മറ്റന്നാൾ നടക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് മുഹൂർത്തമായിട്ട് ഇത് മാറുക കൂടിയാണ് ചെയ്യുന്നത്. ശരി നാസർ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഡൽഹിയിൽ ഹൃദ്യമായ സ്വീകരണം. ത്രിദിന സന്ദർശനത്തോടൊപ്പം വ്യാഴാഴ്ച നടക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും MC നാസർ. അനുമതിയില്ലാതെ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന വിദേശ അധ്യാപകരെ പിരിച്ചുവിടുമെന്ന് കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം. നിർദ്ദേശം ലംഘിച്ച് സ്വകാര്യ ട്യൂഷനുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹൈതമാൽ മുന്നറിയിപ്പ് നൽകി. അനുമതിയില്ലാതെ സ്വകാര്യ ട്യൂഷൻ എടുക്കരുതെന്ന് വിദേശ അധ്യാപകർക്ക് നേരത്തെയും വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ഗൗരവത്തിലെടുക്കാതെ നിരവധി അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ നൽകുന്നതായി മന്ത്രാലയത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മണിക്കൂർ അടിസ്ഥാനത്തിൽ ഫീസ് വാങ്ങി ട്യൂഷൻ നൽകുന്നവരും പ്രതിദിനം 900 ദിനാർ വരെ ട്യൂഷൻ ഇനത്തിൽ സമ്പാദിക്കുന്നവരും അധ്യാപകരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് കണ്ടെത്തൽ. സ്വകാര്യ ട്യൂഷന് കാണിക്കുന്ന ആത്മാർത്ഥതയും ആവേശവും പല അധ്യാപകരും ഔദ്യോഗിക ജോലിയിൽ കാട്ടുന്നില്ലെന്ന പരാതിയും ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. കുട്ടികൾ വ്യാപകമായി സ്വകാര്യ ട്യൂഷനുകളെ ആശ്രയിക്കുന്ന പ്രവണത പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുറക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായം. കുട്ടികൾ തമ്മിലുള്ള അനാവശ്യ മത്സരം വിദ്യാഭ്യാസ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് സ്വകാര്യ ട്യൂഷനെതിരെ കർശന നടപടി കൈക്കൊള്ളാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. എയർ ഇന്ത്യയുടെ ദുബായ് കൊച്ചി ഡ്രീം ലൈനർ വിമാനം അടുത്ത മാസം 1-ന് സർവീസ് ആരംഭിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും ഡ്രീം ലൈനർ സർവീസ് നടത്തും. ദിവസവും രാവിലെ 9:15-നാണ് എയർ ഇന്ത്യയുടെ AI933 ഡ്രീം ലൈനർ വിമാനം കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്ക് പുറപ്പെടുക. ഉച്ചയ്ക്ക് 12-ന് ദുബൈയിലെത്തും. ഉച്ചയ്ക്ക് 1:30-ക്ക് AI934 വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെടും. വൈകുന്നേരം 6:50-ന് കൊച്ചിയിലിറങ്ങും. 18 ബിസിനസ് ക്ലാസ് ഫ്ലാറ്റ് ബെഡ് സീറ്റുകളും 238 ഇക്കണോമി ക്ലാസ് സീറ്റുകളുമാണ് വിമാനത്തിലുണ്ടാവുക. പുതിയ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇക്കണോമി ക്ലാസ്സിൽ 40 കിലോയും ബിസിനസ് ക്ലാസ്സിൽ 50 കിലോയും സൗജന്യ ബാഗേജ് അനുവദിക്കും. താങ്ങാവുന്ന വിധമായിരിക്കും ടിക്കറ്റ് നിരക്കെന്ന് ഗൾഫ് മേഖലാ മേധാവി മെൽവിൻ ഡി ഡിസൂസ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. We will definitely are coming up with very attractive fares for the launch flight. Also, we are also given a special free baggage allowance of 40 kilo on the economy and 50 kilo for the business class passengers. വിമാനത്തിലെ സജ്ജീകരണങ്ങൾ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും സംതൃപ്തിയും പ്രദാനം ചെയ്യുമെന്ന് അധികൃതർ അവകാശപ്പെട്ടു. ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷണും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സർക്കാർ ഏജൻസികൾ വഴിയാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നഴ്സിംഗ് നിയമനത്തിന്റെ പേരിൽ ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നതായി സൂചന. കുവൈത്ത് MOHലേക്ക് നഴ്സുമാരെ ആവശ്യമുണ്ടെന്ന വാർത്തകൾ സാമൂഹ്യമാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് എന്ന പേരിൽ പല കേന്ദ്രങ്ങളിലും വെച്ച് ഇന്റർവ്യൂ നടക്കുന്നതായും സൂചനയുണ്ട്. ഇന്ത്യയിൽ നിന്ന് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം സ്വകാര്യ ഏജൻസികളെയൊന്നും ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഉദ്യോഗാർത്ഥികളെ തേടിയുള്ള പരസ്യങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളായും ഫേസ്ബുക്ക് പോസ്റ്ററുകളായും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. കുവൈത്തിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ വെച്ച് അടുത്തിടെ നഴ്സിംഗ് ഇന്റർവ്യൂ നടന്നതായും സൂചനയുണ്ട്. മൈഗ്രേറ്റ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത നഴ്സുമാർക്ക് നോർക്ക, ഒഡേപെക് പോലുള്ള സർക്കാർ ഏജൻസികൾ വഴി മാത്രമാണ് നഴ്സിംഗ് ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അനുമതിയുള്ളൂ. ഇത് മറികടക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സന്ദർശന വിസ നൽകി കുവൈത്തിലെത്തിച്ചതിനു ശേഷം വ്യാജ ഇന്റർവ്യൂ നടത്തിയും മറ്റുമാണ് സ്വകാര്യ ഏജന്റുമാർ പണമുണ്ടാക്കുന്നത്. നിയമനം ലഭിക്കാത്തവർ മാനഹാനി ഓർത്തും കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിന് തടസ്സമാകുമെന്ന് കരുതിയും കാര്യങ്ങൾ പുറത്തു പറയാത്തതും ഇടനിലക്കാർക്ക് തുണയാകുന്നുണ്ട്.
കഴിഞ്ഞ 3 വർഷത്തിനിടെ ആരോഗ്യ മന്ത്രാലയം നടത്തിയ നിയമനങ്ങളെക്കുറിച്ച് പാർലമെന്റിലെ പ്രതിപക്ഷാംഗം വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വീണ്ടും കുവൈറ്റ് പാർലമെന്റിൽ ചർച്ചാ വിഷയമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള വാർഷിക ശമ്പള വർധന പുനഃസ്ഥാപിക്കാൻ തീരുമാനം. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയാണ് ഇതിന് നിർദ്ദേശം നൽകിയത്. ബഹ്റൈനിൽ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ള വാർഷിക ശമ്പള വർധനവ് പുനഃസ്ഥാപിക്കുവാനാണ് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഉത്തരവനുസരിച്ച് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത്. എണ്ണ വിലയിടിവിനെ തുടർന്ന് നടപ്പിലാക്കിയ സാമ്പത്തിക ക്രമീകരണത്തിന്റെ ഭാഗമായി വാർഷിക ശമ്പള വർധനവ് മരവിപ്പിക്കുവാൻ മുമ്പ് സർക്കാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം മുതൽ യോഗ്യതയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാർഷിക ശമ്പള വർധനവ് ലഭിക്കും. സർക്കാർ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിമാരുടെ വിദേശയാത്രകൾ കുറക്കുവാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അനിവാര്യമായ സന്ദർഭങ്ങളിലും നിർണായകമായ സന്ദർശന പരിപാടികളിലും മാത്രമായി മന്ത്രിമാരുടെ വിദേശയാത്രകൾ ചുരുക്കുവാനാണ് തീരുമാനം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. എണ്ണ ഉൽപാദനം കുറയ്ക്കുന്നതിനായി ഒപെക് ഇതര രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാക്കിയ ധാരണ കുറഞ്ഞ കാലത്തേക്കുള്ളതാകാനാണ് സാധ്യതയെന്ന് ഒമാൻ എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സാലിം അലൌഫി. ധാരണപ്രകാരം നിലവിൽ ഒമാൻ പ്രതിദിന ഉൽപാദനത്തിൽ 45,000 ബാരലിന്റെ കുറവ് വരുത്തിയിട്ടുണ്ട്. ജൂൺ വരെയാകും ഈ അളവിൽ ഉൽപാദനം നടത്തുക. അതിനുശേഷം പുതിയ ധാരണകൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിദിന ഉൽപാദനം 1 ദശലക്ഷം ബാരലിന് മുകളിലേക്ക് ഉയർത്തുമെന്നും മസ്കത്തിൽ ആർഗസ് മിഡിൽ ഈസ്റ്റ് ക്രൂഡ് കോൺഫറൻസിൽ സംസാരിക്കവേ അലൌഫി പറഞ്ഞു. ധാരണപ്രകാരം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളെല്ലാം അളവ് കുറച്ചിട്ടുണ്ട്. പ്രതിദിന ഉൽപാദനത്തിൽ 18 ലക്ഷം ബാരലിന്റെ കുറവ് വരുത്താനായിരുന്നു ധാരണ. ഇതിൽ 15 ലക്ഷം ബാരൽ വരെ ഉൽപാദനം കുറച്ചതായി അലൌഫി പറഞ്ഞു. എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് രാജ്യം. വ്യവസായവൽക്കരണത്തിൽ പുരോഗതി കൈവരിക്കണമെന്നതിനാൽ പ്രകൃതിവാതക ഉൽപാദനത്തിലെ ശേഷിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് അലൌഫി പറഞ്ഞു. 1 ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവ് $9.3 നിന്ന് $8.3 മുതൽ $8.5 വരെയായി കുറഞ്ഞിട്ടുണ്ട്. മെച്ചപ്പെട്ട ഉൽപാദനത്തിനൊപ്പം ചെലവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും വിജയത്തിലെത്തിയിട്ടുണ്ട്. കസാൻ ഗ്യാസ് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എണ്ണ പ്രകൃതിവാതക മേഖലയിൽ സൗരോർജ്ജം ഉപയോഗിക്കുന്നതിനായുള്ള റിമ പദ്ധതിയും പുരോഗമിക്കുകയാണ്. സലാല LPG പദ്ധതി 2019 ഒടുവിൽ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ പാചകവാതക കയറ്റുമതി രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അലൌഫി പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ പക്ഷിപ്പനി പടരുന്നതായി റിപ്പോർട്ട്. ജഹ്റ പ്രദേശത്തെ പൗൾട്രി ഫാമുകളിലാണ് മാരകമായ H5N8 ബാധ കണ്ടെത്തിയത്. താറാവുകളിലും വാത്തപക്ഷികളിലുമാണ് രോഗം പടരുന്നതെന്നും ജഹ്റയിൽ 140ഓളം പക്ഷികളെ ചത്തുനിലയിൽ കണ്ടെത്തിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോക മൃഗാരോഗ്യ സംഘടനയാണ് കുവൈത്തിൽ പക്ഷിപ്പനി പടരുന്നതായി റിപ്പോർട്ട് ചെയ്തത്. ജഹ്റ ഗവർണറേറ്റിലെ പോൾട്രി ഫാമുകളിലാണ് H5N8 വൈറസ് ബാധ കണ്ടെത്തിയത്. താറാവുകൾ, വാത്തപക്ഷികൾ, വാലൻ കോഴികൾ തുടങ്ങിയ വളർത്തുപക്ഷികളാണ് വൈറസ് ബാധിച്ചു ചത്തത്. രോഗം നിയന്ത്രണവിധേയമാക്കുന്നതിന് കുവൈത്ത് കാർഷിക മത്സ്യവികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനിടെ പക്ഷികളിൽ H5N8 വൈറസ് മാരകമാണെങ്കിലും ഇതുവരെ മനുഷ്യരിലേക്ക് പടർന്നതായി കണ്ടെത്തിയിട്ടില്ലെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മാജിദ് അൽ ഖത്താൻ പറഞ്ഞു. രാജ്യത്തെ ആശുപത്രികളിലോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലോ ഇത്തരമൊരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ മാജിദ് അൽ ഖത്താൻ കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മസ്കത്തിൽ നടു റോഡിൽ പ്രവാസികൾ ഏറ്റുമുട്ടി. സംഭവത്തിൽ 7 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഗോപുര ഭാഗത്ത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഗതാഗത തടസ്സം, ക്രമസമാധാന നിയമലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ സ്വദേശികളാണ് പിടിയിലായതെന്നാണ് സൂചന. അറസ്റ്റിലായ 7 പേരിൽ പരിക്കേറ്റ 4 പേരെ ചികിത്സയ്ക്കായി ഖൗല ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ മാർക്ക് റിയാദ് മെട്രോ പദ്ധതി സന്ദർശിച്ചു. 176 കിലോമീറ്റർ മെട്രോ പദ്ധതിയുടെ 48% പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി. പദ്ധതി 2019 കമ്മീഷൻ ചെയ്തു. സൗദി തലസ്ഥാന നഗരിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പണി പൂർത്തിയായി വരുന്ന കിങ് അബ്ദുൽ അസീസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള റിയാദ് മെട്രോ പദ്ധതി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ മാർക്ക് സന്ദർശിച്ചു. സൗദിയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മന്ത്രി സൽമാൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രസിഡന്റ് ഫ്രാങ്സോ ഒലാങ്ങിന്റെ കത്ത് കൈമാറുകയും ചെയ്തു. ഫ്രഞ്ച് കമ്പനിയായ ആൽസ്റ്റോം കൂടി പങ്കാളിത്തം വഹിക്കുന്ന കൂട്ടായ്മയാണ് $24 ബില്യൺ പദ്ധതി കരാറെടുത്തിട്ടുള്ളത്.
6 ലൈനുകളിലായി 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോയുടെ 4, 5, 6 ലൈനുകളാണ് ഫ്രഞ്ച് കമ്പനി കരാറെടുത്തിട്ടുള്ളത്. പദ്ധതിയുടെ 48% ജോലികളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും നിലവിൽ വളരെ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ അഹമ്മദ് അൽദരീസ് പറഞ്ഞു. Now we are passing the difficult phase of this project. We are passing now the utility diversion, also the traffic diversion, also the stakeholder management, and now we are finished 48% of the project, and we are moving on the schedule. റിയാദ് നഗരത്തിന്റെ ഹൃദയഭാഗത്തെ പഴയ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന കിങ് അബ്ദുൽ അസീസ് റോഡിനടിയിലൂടെ കടന്നുപോകുന്ന മെട്രോ തുരങ്കത്തിന്റെ പണി പൂർത്തിയായതായി റിയാദ് ഗവർണറും വ്യക്തമാക്കിയിരുന്നു. വിദേശത്ത് നിർമ്മിക്കുന്ന മെട്രോ ബോഗികൾ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാണ് റിയാദിലെത്തിക്കുക. വർദ്ധിച്ചുവരുന്ന റിയാദിലെ ജനസംഖ്യക്കനുസരിച്ച് ഗതാഗതം സുഗമമാക്കാനും നിലവിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും മെട്രോ പദ്ധതി സഹായകരമാകുമെന്നും അഹമ്മദ് അൽദരീസ് കൂട്ടിച്ചേർത്തു. The total cost of the project is 24 billion USD and it will be finished in the beginning of 2019. The contribution of FAST is 8 billion in this project, which is and Alstom part of that consortium. പെട്രോൾ ഇതര വരുമാനത്തെ ആശ്രയിച്ച് ഭാവി സൗദിയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ആസൂത്രണം ചെയ്യുന്ന വിഷൻ 2030 പൂർത്തീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായിരിക്കും റിയാദ് മെട്രോ പ്രൊജക്ടെന്നും റിയാദ് ഗവർണർ പറഞ്ഞു. മീഡിയ 1 റിയാദ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം ബഹ്റൈൻ സന്ദർശിക്കും. ഫെബ്രുവരി 9, 10 തീയതികളിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ 70ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുക. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. UAE ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദിന്റെ സിഇഒയും CFOയും സ്ഥാനമൊഴിയുന്നു. കമ്പനിയുടെ പ്രസിഡന്റും സിഇഒയുമായ ജെയിംസ് ഫോഗൻ ഈ വർഷം 2ാം പാദത്തിൽ സ്ഥാനമൊഴിയുമെന്ന് ഇത്തിഹാദ് ഏവിയേഷൻ ഗ്രൂപ്പ് ഡയറക്ടർ ബോർഡ് അറിയിച്ചു. സിഇഒയ്ക്ക് പിന്നാലെ CFO ജെയിംസ് റിഗ്നിയും ഈ വർഷം പടിയിറങ്ങും. യൂറോപ്യൻ വിമാന കമ്പനികളായ എയർ ബെർലിൻ, എയർ സെർബിയ എന്നിവയുടെ ഓഹരി വാങ്ങിയതിന് ഇത്തിഹാദിന് നഷ്ടമുണ്ടാക്കിയെന്ന വിവാദങ്ങൾക്കിടെയാണ് ഇവരുടെ പടിയിറക്കം. രണ്ടുപേരും ഒരു നിക്ഷേപ സ്ഥാപനത്തിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ അൽ-അറിൽ ടണലിനുള്ളിൽ തൊഴിലാളിയെ താമസിപ്പിച്ച കമ്പനിക്കെതിരെ തൊഴിൽ മന്ത്രാലയം നടപടിയെടുത്തു. പശ്ചിമ അറിലെ അൽ ഉവൈഖലിയ ലേബർ ഓഫീസാണ് കമ്പനിയുടെ അനാസ്ഥയ്ക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചത്. ടണലിനുള്ളിൽ കണ്ടെത്തിയ ഭാഷ അറിയാത്ത വിദേശ തൊഴിലാളിക്ക് ലേബർ ഓഫീസിൽ അഭയം നൽകിയ ശേഷം കമ്പനി അധികൃതരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഒമാനിലെ ബിൽഡിംഗ് മെറ്റീരിയൽ മേഖലയിലെ പ്രമുഖരായ ഗൾഫ് ടെക് സലാലയിൽ 10ാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദാരിസിൽ പാർക്കിൽ നടന്ന കായിക മത്സരങ്ങളിൽ വിവിധ ഡിവിഷനുകളിലെ ടീമുകൾ പങ്കെടുത്തു. ഷോട്ട്പുട്ട്, ബോൾ ത്രോ, കബഡി, വടംവലി, ബാഡ്മിന്റൺ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. വിവിധ ഡിവിഷനുകളിലായി നടന്ന മത്സരങ്ങളിൽ സനായ ഡിവിഷൻ ഓവറോൾ കിരീടം നേടി. KM ഹാഷിം, K മുഹമ്മദ് സാദിഖ് തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ തെന്നല നിവാസികളുടെ പുതിയ കൂട്ടായ്മ ജിദ്ദയിൽ നിലവിൽ വന്നു. ജിദ്ദ തെന്നല സമാജം എന്ന പേരിൽ ആരംഭിച്ച സംഘടനയുടെ ഉദ്ഘാടനം പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷെരീഫ് സാഗർ നിർവഹിച്ചു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. VP മുസ്തഫ, VK റൌഫ്, അബ്ദുൽ മജീദ് നഹ, സാദിഖ് അലി തുവൂർ, CM അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇസ്ഹാഖ് പൂണ്ടോളി അധ്യക്ഷത വഹിച്ചു. മജീദ് സ്വാഗതവും യഹ്യ പുളിക്കൽ നന്ദിയും പറഞ്ഞു. 20 വർഷം പൂർത്തിയാക്കിയ പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന സംഗീത സന്ധ്യയ്ക്ക് ഹക്കീം അരിമ്പ്ര നേതൃത്വം നൽകി. കുട്ടികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. പ്രമുഖ ജീവകാരുണ്യ കൂട്ടായ്മയായ സാന്ത്വനം കുവൈത്തിന്റെ 16ാമത് വാർഷിക പൊതുയോഗം ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VD പൗലോസ് വാർഷിക റിപ്പോർട്ടും അനിൽകുമാർ K സാമ്പത്തിക അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. 2016 പ്രവർത്തന വർഷത്തിൽ മാത്രമായി കുവൈറ്റിലും നാട്ടിലുമായി 1200-ലേറെ പേർക്ക് ചികിത്സാ സഹായം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. MN രവീന്ദ്രൻ പ്രസിഡന്റും സന്തോഷ് ജോസഫ് സെക്രട്ടറിയും അബ്ദുൽ സത്താർ ട്രഷററുമാകും. TCF ജിദ്ദ സംഘടിപ്പിക്കുന്ന 9ാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത മാസം 10-ന് ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിത്തീൻ റോഡിലെ അൽവഹ ഹോട്ടലിനടുത്തുള്ള BMT ഫ്ലഡ്ലൈറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച 16 ടീമുകൾ മാറ്റുരയ്ക്കും. BCCI മുൻ വൈസ് പ്രസിഡന്റും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ TC മാത്യു ഫെബ്രുവരി 1-ന് നടക്കുന്ന ടൂർണമെന്റ് പ്രചരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സൗദി ക്രിക്കറ്റ് സെന്ററുമായി സഹകരിച്ചുകൊണ്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്നും വെള്ളി, ശനി ദിവസങ്ങളിൽ രാത്രിയും പകലുമായി നടക്കുന്ന മത്സരങ്ങൾ മാർച്ച് 10 വരെ നീണ്ടുനിൽക്കുമെന്നും സംഘാടകർ അറിയിച്ചു.
മുഹമ്മദ് ഫസീഹ്, ഷഹനാദ്, ഷംസീർ ഒളിയാട്ട്, സഫീൽ ബക്കാർ, അബ്ദുൽ ഖാദർ മൊച്ചേരി എന്നിവരും ടൂർണമെന്റ് സ്പോൺസർമാരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയസ്റ്റവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.